ഇത് ഞെക്കിയിട്ട് ഇതാ ഇവിടെ മതി. അങ്ങോട്ട് ഈ കുറ്റിയോ? കുറ്റി. താങ്ക് യു സർ. അയ്യോ ഷെയ്ക്കിന്റെ കൊറോണ സാനിറ്റൈസർ. മോനെ പാടത്തേക്ക് പറപ്പിച്ച് വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനെയും എനിക്ക് വേണം. ഓക്കെ ശരി സർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സൈക്കിൾ നിൽക്കണ്ടേ? അവനെനിക്ക് വേണം. വേറെ ആര് കിട്ടിയില്ലെങ്കിലും അവനെവിടെ വേണം. എന്ത് മോഷണമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം. ക്യാമറ തിരിക്ക്. സാറേ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. തിരുങ്കുടി തുണി മാറ്റിയേ കാണാറുന്നു മൊബി. മാസ്ക് യാത്ര. ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം. നീയല്ലേ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയ? ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ. ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി ഇല്ല സാറേ. ആ ഡ്രോൺ പറത്തണ പയ്യന്റെ അമ്മ വന്നിട്ടുണ്ട്. മാറിക്കടാ, മാറാ. പറഞ്ഞ് ശരിയാക്കമ്മേ. മോൻ സമാധാനപ്പെടും, അമ്മ ശരിയാക്കാം. അമ്മയുടെ മുത്തല്ലേ. ഡ്രോൺ കിട്ടിയില്ലെങ്കിൽ കാശെങ്കിലും തരാൻ പറയാം. അമ്മ പോയിട്ട് വാ. ഇരിക്കൂ. നമസ്കാരം അമ്മേ. നമസ്കാരം സാറേ. എന്തിനാ സാറേ എൻ്റെ കൊച്ചിൻ്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത്? അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത്? സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചില്ല. അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. അയ്യോ അമ്മേ, ഞാൻ പറത്തി വിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല. പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ല സാറേ. അതായത് അമ്മ, നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്. ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു. അവനെ പൊക്കാനുള്ളൊരു സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു 4 ആഴ്ച. അതൊരു മാതിരി തൈര് വർത്താനല്ലേ സാറേ? അതുവരെ എൻ്റെ ചെക്കൻ എന്താ ചെയ്യാ? അവനെ സാർ പോലീസിലെടുക്കോ? പറ സാറേ, പറഞ്ഞിട്ട് പോ സാറേ. ഇമ്മാതിരി തെറി പറഞ്ഞ നിന്റെ അമ്മച്ചിയെ നോക്കൂല, മുട്ടുകാലിയിട്ട് ഞാൻ. നീ വണ്ടി കയറ. നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട കാര്യമുള്ളൂ. പീറ്ററെ വണ്ടി എടുക്കടാ. അവന്റെ അമ്മയുടെ ഒരു കോറ്റാടി ഒരുമാതിരി പുളിച്ച് തൈരായി പോയി.
മഞ്ഞപ്പൊടിയില്ല മണ്ണെണ്ണയ്ക്ക് കളറുമില്ല മുളകിന് ദാ. എരിവുമില്ല. അയ്യോ അതേ കാവ്യമുണ്ട്. ശരിയാ. ഇവിടെ വേടാ. നോക്കി സാറേ, കര മാറ്റമുണ്ടോ? ഏയ്. ഇവിടെ കേടാ. സാറത് ശരിക്കോളന്നാ, അത് രണ്ടരടിയുള്ളു. എന്താ സാറേ? മാസ്ക് മാറ്റടാ. ഇല്ല സാറേ. പോലീസാണ് പറയുന്നത്, മാസ്ക് മാറ്റടാ. ആര് പറഞ്ഞാലും മാസ്ക് മാറ്റണ്ടെന്ന് ഞങ്ങളുടെ മോദിജി പറഞ്ഞിട്ടുണ്ട് സാറേ. പറഞ്ഞിട്ടുണ്ട്. ശരിയാ, മോദിജിയുടെ വാക്ക് ഞാൻ ധിക്കരിക്കുന്നു സാറേ. പോയി മാസ്ക് മാറ്റ്. അയ്യോ, വരണ്ട ചുമ ലക്ഷണമാണ്. ഇല്ല സാറേ, ഞാൻ അത് മാത്രം ചെയ്യില്ല. ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ 8 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. എനിക്കൊരു ചെറിയ ഭാര്യയും 2 ചെറിയ പെൺകുട്ടികൾ ഉള്ളതാണ്. എന്നെ മരണത്തിലേക്ക് തള്ളരുത് സാർ, പ്ലീസ് സാർ. സോറി. ഡോ. അയ്യോ സാറേ ഞാൻ പോവില്ല. ഭാര്യ വിളിച്ചോടിയെങ്കിലും 2 പിള്ളേരുള്ള സാർ. എന്താണ് സാർ? മനുമ വിഷമിക്കണ്ട, ഞാൻ പോവാം. അയ്യോ, ഇത് കൂടാണ്ട. അവസാനായിട്ട് ചോദിക്കുക, ആ മാസ്ക് ഒന്ന് മാറ്റാൻ പറ്റില്ല? ഇല്ല സാർ, ഇനി കൊറോണ കഴിയാണ്ട് ഞാൻ മാസ്ക് മാറ്റില്ല. ഒന്ന് പോടാ. മണ്ടം വിശ്വസിച്ചു. വല്ലതും നടക്കൂ സാറേ? മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൾ നമ്മൾ പൊക്കിയിരിക്കും. പിന്നെ ഈ പോയവൻ, ഇവന്റെ 1-2 സാധനങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്നേ. മതി മതി മതി, മതിയുടെ കുത്തിയത് ഇട്. ഞാൻ മാത്രമല്ല, നീ നോക്കി. ഇനി മോളിൽ കൂടെ ഡ്രോ വന്നാലും സീനില്ല. ഫേസ് കിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ സുമേഷേ, പിന്നെ എന്തിനാ സ്കെച്ച് പിടിക്കാനാണ് നീ ഇങ്ങോട്ട് വരണേ? എന്റെ പൊന്ന് ചെടിയെ, ഈ സീനും പറഞ്ഞ എന്നെ ഒഴിവാക്കല്ലേ. പെട്ടെന്ന് ഇട്ടെടാ. സുമേഷ് എന്താ ഞാനാടാ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ മനസ്സിലാവില്ല. നീ ഇങ്ങനെ വേഷം മാറി നടന്നോ? പോലീസ് നിന്നെ പൊക്കു സുമേഷേ. റേഷൻ കടയിൽ നിന്ന് അരിയും മണ്ണാണി വാങ്ങി എന്നൊഴുകി പള്ളിത്താഴത്ത് ചെന്ന റോക്കറ്റ് പൊക്കി. എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥനയും മോദിജിയുടെ വാക്കുകളോട് മാത്രമായിട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്റെ ഫോട്ടോ ഒക്കെ അവന്മാരിലുണ്ട്, നല്ല ക്ലിയർ ഉള്ളത്. അവര് നിന്നെ പൊക്കും സുമേഷേ. അവന്മാര് ഇതേ പള്ളിത്താഴം വരെ എത്തിയിട്ടുണ്ട്. ആ, എന്നാരും വിളിക്കണ്ട കേട്ടാ, ഞാൻ വല്യമാരെ വീട്ടിൽ പോവാ. സുമേഷേ, സാധനോടെ സാധനമാരിലുണ്ട്. എനിക്ക് പേടിയാവണല്ലേ. എന്റെ പൊന്നളിയ, ഇത് നമ്മൾ കല്യാണത്തിന് പുറത്തണ പോലത്തെ നോർമൽ ഡ്രോൺ അല്ല. ഇതിനകത്ത് ഫുൾ സെൻസറാണ്, ചിപ്പുണ്ട്. ഈ ചിപ്പുണ്ടല്ല, നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിപ്പ് എന്നൊക്കെ പറഞ്ഞ അമ്മാരി ചിപ്പാണളിയാ. തൊണ്ടി, അതായത് ഡ്രോൺ. നിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് ഡ്രോൺ എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകൂ. നീ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ? കുഴിച്ചെടുത്തപ്പോ കിട്ടിയത് പശുവിന്റെ ശവം. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതുപോലെ ഒരു കാരണവശാലും ഈ തൊണ്ടി ആ തെണ്ടികൾക്ക് കിട്ടരുത്. അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടല്ലോ. ഏയ്, എത്ര അടി താഴ്ചയിൽ നിനക്ക് കുഴിച്ചിടാൻ പറ്റും? അങ്ങനെ ചെയ്താലും സിഗല് കിട്ടും. ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത്. ഇല്ലടിയാ, ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്യ്. എന്തിനാ എന്റെ ഹാൻഡിലിടണേ? അവന്റെ ഹാൻഡിലിട്ടാ പോരെ. കറക്റ്റ്. നിന്റെ കിണറ സേഫ്, ജമാത്ത് പറ്റില്ല. ഫിംഗർ ചിപ്സ്.
അയ്യോ ഇനി ഞാൻ പറ്റു കൊണ്ടാറാം